ഈ പലരും വാസ്തുവിനെ ശാസ്ത്രീയമായിട്ട് വ്യാഖ്യാനിച്ചുകൊണ്ട് വാസ്തുവിൻ്റെ സിഗ്നിഫിക്കൻസ് പറയുന്നതായിട്ട് കേൾക്കുന്നുണ്ട്. അപ്പോൾ നമുക്ക് വാസ്തുവിനെ ശാസ്ത്രീയമായിട്ട് പറയാൻ പറ്റുമോ എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അതിന് ഡീപ്പർ ലെവൽ നമ്മളിപ്പോൾ ഈ സോ കോൾഡ് എക്സ്പെരിമെൻ്റൽ പ്രൂഫിനെ ബേസ് ചെയ്തിട്ടുള്ള സയൻസ് വെച്ച് ഒരിക്കലും നമുക്ക് വാസ്തുവിനെ നമുക്ക് പറയാനോ അല്ലെങ്കിൽ അതിനെ സ്ഥാപിക്കാനോ കഴിയില്ല. എൻ്റെ അനുഭവത്തിൽ ഞാൻ പറയുന്നത് വെച്ചാൽ വാസ്തു എന്ന് പറയുന്നത് പൂർണ്ണമായും വിശ്വാസത്തിൻ്റെ ഒരു ശാസ്ത്രമാണ്. വിശ്വാസത്തിൻ്റെ ഒരു ശാസ്ത്രം എന്ന് പറയുന്നത് ഇതൊരു ബിലീഫ് സിസ്റ്റം എന്ന് തന്നെ വേണമെങ്കിൽ പറയാം. ഇതൊരു പാറ്റേൺ ഓഫ് ലിവിങ്ങിൽ ഒരു എക്സ്പെരിമെൻറ്റേഷൻസ് നമ്മുടെ ആചാര്യന്മാർ തലമുറകളായി നടത്തി വന്ന ആർക്കിടെക്ചറിൽ അതിനകത്ത് സയൻറ്റിഫിക് ആയിട്ടുള്ള അവരുടെ ഔട്ട്ലുക്ക് ഡെഫിനറ്റ്ലി വന്നിട്ടുണ്ട്. അന്നത്തെ സാങ്കേതികമായിട്ടുള്ള അറിവുകളെ അതിനകത്ത് ക്രോഡീകരിച്ചിട്ടുണ്ട്. പക്ഷേ പൂർണ്ണമായും അത് ശാസ്ത്രീയമായിട്ട് മാത്രം വ്യാഖ്യാനിക്കപ്പെടുന്ന ഒന്നല്ല. അതിനകത്തൊരു ആത്മീയതയുടെ തലമുണ്ട്, ഒരു തത്വചിന്തയുടെ തലമുണ്ട്. അങ്ങനെ പല പല തലങ്ങളിലാണ് വാസ്തു നിൽക്കുന്നത്. അപ്പം നമ്മൾ അതിനെ വളരെ സിംപ്ലിഫൈ ചെയ്തിട്ട് ഒരു മെയിനായിട്ടൊരു ഫിയർ ഫാക്ടർ വച്ചിട്ടല്ല നമ്മൾ വാസ്തുവിനെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത്. വാസ്തുവിനെ ഇംപ്ലിമെൻ്റ് ചെയ്യേണ്ടത് എപ്പോഴും അതിൻ്റെ എസൻസ് എന്താണെന്ന് മനസ്സിലാക്കി അതുകൊണ്ടുള്ള ഗുണങ്ങൾ നമ്മളിപ്പോൾ ഇത് പറയാൻ കാരണമെന്ന് പറഞ്ഞാൽ ഇത് ഒരുപാട് പേർക്ക് ഈ ഒരു പാറ്റേൺ ഓഫ് ലൈഫിൽ ഗുണങ്ങൾ വന്നിട്ടുള്ളത് കൊണ്ട് തന്നെയാണ് ഇത് എഴുതപ്പെട്ടിട്ടുള്ളത് എന്ന് മനസ്സിലാക്കുക. അപ്പോൾ അതുകൊണ്ട് തന്നെ നമ്മൾ അതിനെ ഒരു ഫിയർ മോങ്കറിങ് സംഭവമായിട്ട് മാറ്റാതെ അത് നമുക്ക് ഒരു എന്താ പറയുക നമുക്കൊരു സമൃദ്ധി തരുന്ന അല്ലെങ്കിൽ നമ്മുടെ ഒരു വെൽബീയിങ്ങിനുള്ള നമ്മുടെ ആരോഗ്യവും നമ്മുടെ സമ്പത്തും എല്ലാം ഒരേ ഇക്വിലിബ്രിയത്തിൽ കൊണ്ടുപോകാൻ പറ്റുന്ന ലെവലിലുള്ള ചില കോൺസെപ്റ്റുകളെ അത് ഇവോൾവ് ചെയ്ത് എടുത്തതാണ് വാസ്തുവിൽ. അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് ഈ ഒരു പാറ്റേൺ എന്ന് പറയുന്നത് ഈ ഒരു പാറ്റേൺ ഫോളോ ചെയ്ത് കഴിഞ്ഞാൽ ഇങ്ങനെയാണെങ്കിൽ ഈ പാറ്റേൺ ഫോളോ ചെയ്തില്ലെങ്കിൽ അത് നെഗറ്റീവ് ആണോ എന്ന് ചോദിക്കുന്ന ആൾക്കാരുണ്ട്. അങ്ങനെയല്ല നമ്മളത് മനസ്സിലാക്കേണ്ടത്. നമ്മൾ മനസ്സിലാക്കേണ്ടതെന്ന് പറഞ്ഞാൽ ദിസ് ഈസ് ദ ബെസ്റ്റ് ഓപ്ഷൻ ആസ് പെർ വാസ്തു. നമുക്കതിന് വേണമെങ്കിൽ എടുക്കാം, എടുക്കാതിരിക്കാം. ഇനി അതിൽ വിശ്വാസമുള്ളവർക്ക് അത് വേണമെങ്കിൽ അത് തന്നെ ശിരസ വഹിക്കാം, വിശ്വാസമില്ലാത്തവർക്ക് അത് തള്ളിക്കളയാം, എന്ത് വേണമെങ്കിലും ചെയ്യാം. അവിടെ ആരും ഇന്ന രീതിയിൽ മാത്രമേ വീട് കെട്ടി ജീവിക്കാവൂ എന്നൊരു ഒരു കോൺസെപ്റ്റ് ഒരിക്കലും അവതരിപ്പിക്കപ്പെടേണ്ടതായിട്ടില്ല. കാര്യം എന്ന് പറഞ്ഞാൽ അവിടെ ഒരു ഗുണകരമായ അവസ്ഥ സൃഷ്ടിച്ചതുകൊണ്ട് ആ ഗുണകരമായ അവസ്ഥയുടെ കോമ്പിനേഷൻസിനെ വീണ്ടും റിപ്പീറ്റ് ചെയ്യാൻ ആവശ്യപ്പെടുന്നു എന്നേ ഉള്ളൂ വാസ്തു. അപ്പോൾ അവിടെ അതുപോലെ തന്നെ ദോഷകരമായ ചില കാര്യങ്ങൾ ഐഡൻറ്റിഫൈ ചെയ്തപ്പോൾ അത് ഒരു പാറ്റേൺ പിന്തുടർന്ന് വന്നപ്പോൾ ആ പാറ്റേൺ ഫോളോ ചെയ്യരുതെന്നും ആ പാറ്റേണിൽ വീട് ചെയ്തു കഴിഞ്ഞാൽ ഇന്ന പ്രശ്നങ്ങളുണ്ടാകും. അതിനുള്ള പല റീസണാണ് പറയുന്നത്. അതിപ്പോൾ നമ്മളിപ്പോൾ അസ്ട്രോളജിക്കലി പല റീസൺസ് പറയും, അല്ലെങ്കിൽ നമ്മളിപ്പോൾ പറയുന്ന വാസ്തുവിൻ്റെ ഒരു അടിസ്ഥാനപരമായിട്ടുള്ള ഒരു പ്രശ്നം എന്ന് പറയുന്നത് വാസ്തുവിലേക്ക് എല്ലാ ടൈപ്പ് ഓഫ് മറ്റ് നോളജുകളും വന്നു ചേർന്നിട്ടുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഇതിനെല്ലാം വേറിട്ട് കാണാൻ പറ്റി. ഇതിനൊരു ആർക്കിടെക്ചർ ഞാനിപ്പോൾ പ്രാക്ടീസ് ചെയ്യുമ്പോൾ എപ്പോഴും ശ്രദ്ധിക്കുന്ന ഒരു കാര്യം വാസ്തുവിനെ ആർക്കിടെക്ചർ പരമായിട്ട് അല്ലെങ്കിൽ ഒരു സ്ട്രക്ചറൽ എഞ്ചിനീയറിങ്ങിൻ്റെ രീതിയിൽ അതിലൊരു പ്രശ്നം ഉണ്ടാവാത്ത രീതിയിൽ എങ്ങനെ ഇംപ്ലിമെൻ്റ് ചെയ്യാമെന്നുള്ളതാണ് ഞാൻ നോക്കുന്നത്. അപ്പോൾ നമുക്കിപ്പോൾ ഒരു വാസ്തു പറയുകയാണ്, ഇപ്പോൾ കന്നിമൂലയിലാണ് ഏറ്റവും കൂടുതൽ വെയിറ്റ് വരേണ്ടതെന്ന് പറയുമ്പോൾ നമ്മൾ ആ സ്ട്രക്ചറിനെ നോക്കണം. അതിൻ്റെ ഇക്വിലിബ്രിയം നോക്കിയതിന് ശേഷം മാത്രമേ നമ്മൾ അവിടെ കൊണ്ട് വെയിറ്റ് ആഡ് ചെയ്യാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ അതിൻ്റെ ഫൗണ്ടേഷൻ കൃത്യമായിട്ട് ആ ഭാഗത്ത് വെയിറ്റിനെ ഉൾക്കൊള്ളാൻ പറ്റുന്ന രീതിയിൽ നമ്മൾ ചെയ്താൽ മാത്രമേ നമ്മൾ അവിടെ കൊണ്ട് വെയിറ്റ് കയറ്റാൻ പാടുള്ളൂ. അല്ലാതെ നമുക്ക് ചുമ്മാ വെയിറ്റ് കൊണ്ട് കന്നിമൂലയിൽ കയറ്റുക എന്നുള്ള കോൺസെപ്റ്റിൽ അത് എടുക്കരുത്. കന്നിമൂലയിൽ ഭാരം ഉണ്ടാവണമെങ്കിൽ ആ ഭാരത്തിന് താങ്ങാൻ പറ്റുന്ന രീതിയിലുള്ള ഫൗണ്ടേഷനും അവിടെ ഉണ്ടാവണം. അവിടെ ആ ഒരു എഞ്ചിനീയറിംഗ് ആസ്പെക്റ്റ് അവിടെ കവർ ചെയ്തിട്ട് മാത്രമേ അവിടെ ഭാരം കൂട്ടാൻ പാടുള്ളൂ. അപ്പം എൻ്റെ വീടിൻ്റെ കന്നിമൂല ഭാഗത്ത് ഞാൻ കൊണ്ട് കുറേ വെയിറ്റ് കയറ്റാം, എനിക്ക് സ്റ്റെബിലിറ്റി കിട്ടും, എനിക്ക് വാസ്തുവിൻ്റെ എല്ലാ തരത്തിലുള്ള എനർജി സ്റ്റെബിലിറ്റി അവിടെ ഉണ്ടാവും എന്ന് വിചാരിക്കുന്നത് തെറ്റാണ്. നമ്മൾ അങ്ങനെയല്ല ചിന്തിക്കേണ്ടത്. അവിടെ വെയിറ്റ് കയറ്റാൻ പറ്റുമോ? അപ്പോൾ എനിക്കറിയാം ചില ആളുകൾ കന്നിമൂല വെയിറ്റ് കൂടാണെന്ന് പറഞ്ഞിട്ട് മുകളിൽ ഒരു മുറി അങ്ങോട്ട് ചെയ്യും. പക്ഷേ ഈ മുറി ചെയ്യുമ്പോൾ ഉള്ള പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ മുറി ചെയ്തിട്ട് അവർ ആ മുറിക്ക് താഴെ ഫൗണ്ടേഷൻ പ്രോപ്പറായിട്ട്, അല്ലെങ്കിൽ ഇപ്പം നമുക്ക് അറിയാമല്ലോ 2 നിലയിൽ മുകളിലോട്ട് നമ്മൾ പോകുമ്പോൾ സ്വാഭാവികമായിട്ടും കോളം സ്ട്രക്ചറിൽ മാത്രമേ നമ്മൾ 2 നിലയിൽ മുകളിലോട്ട് പോകാറുള്ളൂ. അപ്പം ആ ഭാഗത്ത് മാത്രം മുകളിലൊരു മുറി ആഡ് ചെയ്യാൻ വേണ്ടിയിട്ട് ശ്രമിച്ചു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും അവിടെ സ്ട്രക്ചറലി ഒരു ഇംബാലൻസ് ഉണ്ടാവും. നമ്മളത് മനസ്സിലാക്കണം.
അപ്പം അവിടെ ഇൻ കേസ് ഒരു സെറ്റിൽമെൻറ്റ് വല്ലതും ഉണ്ടായിക്കഴിഞ്ഞാൽ വെയിറ്റ് അത് കുറച്ചുകൂടെ നമുക്ക് സ്ട്രക്ചറിന് ഡിഫക്റ്റ് ചെയ്യണം. അപ്പം നമുക്കൊരു ഇതിനെ ഒരു ബ്ലണ്ടായിട്ട് നമ്മളങ്ങ് ഫോളോ ചെയ്യേണ്ടതല്ല. ഇതിനൊരു ഒരു ടോട്ടൽ പാക്കേജ് ആയിട്ട് വേണം നമ്മൾ എടുക്കാൻ. അതിനകത്ത് നമുക്കിപ്പോൾ ഇന്ന വാസ്തു കാര്യം ചെയ്യണം എന്നുണ്ടെങ്കിൽ അതിൻ്റെ സ്ട്രക്ചറലി എന്താണ് നമ്മൾ ചെയ്യേണ്ടത്, അല്ലെങ്കിൽ ആർക്കിടെക്ചറലി നമുക്കിത് എങ്ങനെ അപ്പീലിംഗ് ആയി വരും, അതിൻ്റെ എസ്തെറ്റിക്സ് എങ്ങനെ വരും. അപ്പം വാസ്തുവിന് പറയുന്നുണ്ട് രമ്യം ഭോഗോദയം ഉണ്ട്. രമ്യം എന്ന് പറഞ്ഞാൽ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള, അല്ലെങ്കിൽ ഭോഗോദയം എന്ന് പറയുമ്പോൾ ഫങ്ഷണലി ഗുഡ് ആയിട്ടുള്ള. അപ്പം അങ്ങനെ വേണം നമ്മൾ വാസ്തുവിനെ കാണാൻ. അല്ലാതെ വാസ്തു എന്ന് പറയുന്നത് ടോട്ടലി നമ്മൾ ബ്ലൈൻഡായിട്ട് അങ്ങ് ഫോളോ ചെയ്യേണ്ട ഒരു സംഭവമല്ല. പക്ഷെ വാസ്തുവിൽ വിശ്വാസത്തിൻ്റെ എലിമെൻ്റ് എന്ന് പറയുന്നത് വളരെ ഹൈ ആണ്. നമ്മളതിന് അത്രത്തോളം വിശ്വാസമുണ്ടെങ്കിൽ മാത്രമേ നമ്മൾ വാസ്തു നോക്കാനോ അല്ലെങ്കിൽ വാസ്തുവിലേക്ക് നമ്മൾ ഫോക്കസ് ചെയ്യാനോ പാടുള്ളൂ. അല്ലാതെ നമുക്കൊരു എല്ലാവരും പറയുന്നു വാസ്തു എങ്കിൽ ഞാനും പറയാം വാസ്തു, എങ്ങനെയല്ല അതിൻ്റെ രീതി. വാസ്തുവിന് അതിൻ്റേതായിട്ടുള്ള ഒരു ചിട്ടകളുണ്ട്. ആ ചിട്ടകൾ കൃത്യമായി പാലിക്കാമെങ്കിൽ മാത്രമേ നമ്മൾ വാസ്തുവിലേക്ക് ഇറങ്ങാവൂ. എൻ്റെ വീടിൻ്റെ ഒരു ജസ്റ്റ് ബേസിക് ഒരു വാസ്തു നോക്കിയാൽ മതി എന്ന് പറയുന്ന ആൾക്കാരുണ്ട്. അങ്ങനെ ഒരു ബേസിക് വാസ്തു ഒന്നും അങ്ങനെയൊന്നുമില്ല. വാസ്തു നോക്കണമെങ്കിൽ അതിൻ്റെ എല്ലാ ആസ്പെക്റ്റിലും നമ്മൾ നോക്കിയാൽ മാത്രമേ വാസ്തു പെർഫെക്റ്റ് ആണെന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലാതെ ബേസിക് വാസ്തു, ഹൈ ലെവൽ വാസ്തു, ഇങ്ങനെയൊന്നും വാസ്തുവിനെ നമുക്ക് തരം ചെയ്തെടുക്കാൻ പറ്റില്ല. ചിലർ പറയും എനിക്കങ്ങ് ജസ്റ്റ് ഒന്ന് നോക്കിയാൽ മതി, വേറെ എനിക്ക് കൂടുതലൊന്നും നോക്കണ്ട. പക്ഷേ ഇതിനകത്ത് ഓരോരോ ലെയർ ബൈ ലെയർ ആയിട്ട് നമ്മൾ പോകുമ്പോൾ എല്ലാ പ്രോബ്ലംസും നമ്മൾ പറയേണ്ടി വരുന്നുണ്ട്. ആ പ്രോബ്ലംസ് എല്ലാം വീണ്ടും നമ്മളത് കറക്റ്റ് ചെയ്യേണ്ടി വരികയും ചെയ്യും. അപ്പം അതുകൊണ്ട് ഒരു നമ്മൾ വാസ്തുവിൽ നമ്മൾ കൊടുക്കുന്ന ഇമ്പോർട്ടൻസിനെ ആശ്രയിച്ചിരിക്കും വാസ്തു നോക്കണോ വേണ്ടയോ എന്നൊക്കെ ഉള്ളത്. അപ്പം അതുകൊണ്ട് നിങ്ങൾക്ക് വാസ്തു നോക്കാൻ മനസ്സുകൊണ്ട് തോന്നുന്നുണ്ടെങ്കിൽ വാസ്തു നോക്കുക. ഇല്ലെന്നുണ്ടെങ്കിൽ നിങ്ങൾക്കൊരു കൺഫ്യൂസ് സ്റ്റേറ്റ് ആണെങ്കിൽ നിങ്ങൾ ഒരിക്കലും വാസ്തു നോക്കേണ്ട ആവശ്യമില്ല. നിങ്ങൾക്ക് നിങ്ങളുടേതായിട്ടുള്ള ഒരു മൈൻഡ് ജഡ്ജ്മെൻറ്റിൽ മുന്നോട്ട് പോവുകയും നിങ്ങൾക്ക് ഇഷ്ടമുള്ള വീട് വയ്ക്കുകയും ചെയ്യാം. പക്ഷെ വാസ്തു നോക്കണമെന്ന് നിങ്ങളുടെ ഉള്ളിൽ പറയുന്നുണ്ട്. പൂർണ്ണമായും വാസ്തു നോക്കി തന്നെ നമുക്ക് ചെയ്യണമെന്ന് നിങ്ങളുടെ മനസ്സ് ആഗ്രഹമുണ്ടെങ്കിൽ നിങ്ങൾക്ക് ആ വാസ്തുപരമായിട്ടുള്ള നല്ല വീട് കിട്ടിയിരിക്കും. അതിനകത്ത് ഒരു മാറ്റവും ഇല്ല. അപ്പോൾ വാസ്തു നോക്കുക എന്നുള്ള പ്രോസസ്സ് ചിന്തിക്കുന്നതിന് മുമ്പ് ആദ്യം മനസ്സിലാക്കുക നിങ്ങളുടെ ഉള്ളിൽ എന്താണ് വാസ്തു നോക്കണമെന്ന് പൂർണ്ണമായും നിങ്ങളുടെ ഉള്ളിൽ ആ ഒരു ആഗ്രഹം വരുന്നുണ്ടെങ്കിൽ മാത്രം വാസ്തു നോക്കുക. അല്ലാതെ ഞാനൊരിക്കലും ഈ ശാസ്ത്രത്തിനെ ആർക്കും അടിച്ചേൽപ്പിക്കാറില്ല. ഞാൻ പറയുമ്പോൾ പറയും നിങ്ങൾക്ക് വാസ്തു പൂർണ്ണമായിട്ട് നോക്കണമെന്ന് ആഗ്രഹം ഉണ്ടെങ്കിൽ പറയൂ, നോക്കാം എന്ന് മാത്രമേ ഞാൻ പറയാറുള്ളൂ. നന്ദി, നമസ്കാരം.